എല്ലാ സ്നേഹിതർക്കും സ്നേഹവന്ദനം. ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിൽ പടിഞ്ഞാറൻ ഭാഗത്ത് വൈക്കത്ത് മറവൻതുരുത്തെന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. മറവൻതുരുത്തിലെ ഒരു കൈത്തറി നെയ്ത്ത് കേന്ദ്രത്തിലാണുള്ളത്. കൈത്തറി യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് ഏറ്റവും അധികം ജനങ്ങൾക്ക് ജോലി കൊടുക്കുകയും അവരുടെ വരുമാന മാർഗമായിരുന്നത് ഇന്ന് എല്ലാം പച്ചമലയാളത്തിൽ പറഞ്ഞാൽ മരുന്നിന് പോലും ഒരു അംശം പോലും ഇല്ലാത്ത രീതിയിൽ കൈത്തറിയുടെ നെയ്ത്തുകളൊക്കെ നിന്നു പോയൊരു കാലഘട്ടത്തിലാണ്. ഗവൺമെൻറ് അതുകൊണ്ട് ഈ കൈത്തറി നെയ്ത്തിന് ധാരാളം പ്രോത്സാഹനങ്ങളൊക്കെ കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കോട്ടയം ജില്ലയിൽ വളരെ കുറച്ച് മാത്രമേ കൈത്തറിയുള്ളൂ. നമ്മുടെ കൈത്തറി ഇത് വൈക്കം മറവൻതുരുത്തെന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. എറണാകുളം ജില്ലയോട് അടുത്താണ് മറവൻതുരുത്ത്. ഇതിൻ്റെ തൊട്ടടുത്ത ദേശത്താണ് നമ്മുടെ അറിയപ്പെടുന്ന സിനിമ മമ്മൂട്ടി, അതായത് സിനിമയിലെ നായകൻ വേഷത്തിൽ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയുടെ വീട് ഇവിടുന്ന് നടന്നു പോകാനുള്ള ഒരു ദൂരത്തിലാണെന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ രാവിലെ തന്നെ നമ്മുടെ ചേച്ചിമാർ വന്ന് തുണികൾ നെയ്ത് കൂട്ടുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഇത് കണ്ടോ, നൂലിങ്ങനെ വന്നു തുണിയായിട്ട് മാറുന്ന ഒരു രംഭം. അതായത് ഒരു കൈത്തറി നെയ്ത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കൈത്തറി നെയ്ത്തെന്ന് പറയുന്നത് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും എല്ലാം ഏകമായിട്ട് ചിന്തിച്ച് നമ്മൾ മറ്റു യാതൊരു കാര്യങ്ങളിലും ചിന്തിക്കാതെ ചെയ്യുന്ന ഒരു തൊഴിലാണ് കൈത്തറി നെയ്ത്ത് എന്ന് പറയുന്നത്. ഇത് നമ്മൾ വളരെ ഏകാഗ്രതയോടെ ചെയ്യുന്ന ഒരു തൊഴിലാണ്. മറ്റേത് തൊഴിലിനും മറ്റ് പലയിടങ്ങളിലും ശ്രദ്ധിച്ചാണ് സാധാരണ ജോലികൾ ചെയ്യുന്നെങ്കിലും ഈ കാര്യങ്ങളിൽ അനേകായിരം ഇഴകൾ, അതായത് മലയാളത്തിൽ പറഞ്ഞാൽ ഊടും പാവും എന്ന് പറയും. അങ്ങനെ ഈ ഊടും പാവും ചേർന്ന് ഈ തുണികളുണ്ടാകുമ്പോൾ അത് നെയ്ത്തുകാരൻ്റെ മനസ്സും നെയ്ത്തുകാരൻ്റെ ആത്മാവും നെയ്ത്തുകാരൻ്റെ ശരീരവും അതിനോട് ഏറെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു തൊഴിൽ മേഖലയാണ് ഈ കൈത്തറി നെയ്ത്തെന്ന് പറയുന്നത്. അതിനോടനുബന്ധിച്ച് കഴിഞ്ഞ 3 ഡിക്കേഡ്, അതായത് 30 വർഷം എനിക്കും അതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുവാനായിട്ടുള്ള ഭാഗ്യമുണ്ടായി. ഇതിനെക്കുറിച്ചുള്ള പഞ്ഞിയെക്കുറിച്ചും നൂലിനെക്കുറിച്ചും എല്ലാം ഉള്ളൊരു നല്ല അറിവ് ഇൻ്റർനാഷണൽ, അതായത് അന്താരാഷ്ട്ര തലത്തിൽ പോലും മനസ്സിലാക്കാനായിട്ടുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഇതിനെക്കുറിച്ച് പലപ്പോഴും പലർക്കും നമ്മൾ ഡ്രസ്സുകളൊക്കെ ധരിക്കുന്നെങ്കിലും പലർക്കും ഈ ഡ്രസ്സുകൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പലപ്പോഴും മനസ്സിലാകത്തില്ല. തുണിക്കടയിൽ പോയി കുറച്ച് തുണി മേടിക്കുന്നു, നമുക്കിഷ്ടമുള്ള കളറുകളിൽ അത് തിരഞ്ഞെടുക്കുന്നു, തിരിച്ചു വരുന്നു, അത് തയ്ക്കുന്നു. തയ്ച്ചതോ തയ്ക്കാത്തതോ ആയ തുണികൾ തിരഞ്ഞെടുത്ത് അത് നമ്മൾ ആകർഷകമായ രീതിയിൽ കൊണ്ടു നടക്കുന്നു. നമ്മളെ 4 പേര് ശ്രദ്ധിക്കുന്നുണ്ടെന്നൊക്കെ നമ്മുടെ ആ ഡ്രസ്സിൽ കൂടെ നമ്മൾ ചിലരെങ്കിലും ശ്രദ്ധിക്കാറുണ്ട്. വിവാഹം അതുപോലെ മറ്റ് ഫംഗ്ഷനുകളിലൊക്കെ വ്യത്യസ്തങ്ങളായ കളർഫുള്ളായ ഡ്രസ്സ് ധരിക്കാൻ ആഗ്രഹമില്ലാത്തൊരു തീരെ ചുരുക്കമാണ്. അന്നേരം നമ്മുടെ പ്രിയ ചേച്ചിമാരിവിടെ അനേക വർഷങ്ങളായിട്ട് ഈ നെയ്ത്തിനോടനുബന്ധിച്ച് അങ്ങനെ നെയ്ത് ജീവിതവൃത്തി കഴിക്കുന്നവരാണ് പ്രിയപ്പെട്ടവർ. ഈ ചേച്ചിമാരൊക്കെ എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. കഴിഞ്ഞ 8-10 വർഷങ്ങളായിട്ട് ഇവരെയൊക്കെ ഞാൻ കാണുകയും വല്ലപ്പോഴും ഒക്കെ ഇവിടെ വന്ന് ഇവരൊക്കെ ആയിട്ട് കുറച്ച് സമയം ചിലവഴിക്കുന്നുണ്ട്. ഇതാ നമ്മുടെ ഒരു ചേച്ചി എനിക്ക് വേണ്ടി ഇവിടെ ചായ ഇടുന്ന രംഗമാണ് ഇവിടെ കാണുന്നത്. അതാ നല്ലൊരു ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി ചായയാണ്. അതുകൊണ്ട് വരുമ്പോൾ സ്നേഹത്തോടെ അമ്മമാരെ പോലെ അല്ലെ നമ്മുടെ പെങ്ങന്മാരെ പോലെയൊക്കെ എനിക്ക് കരുതുന്ന ചേച്ചിമാരൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ ഒരു ചേച്ചി നെയ്ത്ത് കുറച്ച് നേരം രാവിലെ വന്നൊരു എത്ര മണിക്കൂർ നെയ്ത് ചേച്ചി? ഇച്ചിരി നേരമേ ഉള്ളൂ. അതിനുള്ള പരിപാടി നിർത്തിയോ? എന്താ ഈ എൻ്റെ സ്നേഹിതരോട് എൻ്റെ ഇത് കാണുന്നവരോട് പറയാനുള്ളത് എന്നാ ഈ നെയ്ത്തിനെ കുറിച്ചോ? എന്തെങ്കിലും പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ. അതെ, നമ്മുടെ ചേച്ചി പറയുന്നു ഗവൺമെൻറ് തലത്തിൽ നിന്ന് ഇവർക്ക് 4 വർഷമായി ഇൻസെൻറ്റീവ്സ് കിട്ടിയിട്ട്, അതായത് ഈ നെയ്യുന്നതിന് ഒരു പ്രോത്സാഹനമായിട്ട്
കൂലിക്ക് മുകളിൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നൊരു സംഭവം കൊടുക്കുന്നുണ്ട്. അത് ഗവൺമെൻറ് തലത്തിൽ നിന്ന് കിട്ടേണ്ട കാര്യമാണ്. അത് കിട്ടണമെന്നുള്ളതാണ് നമ്മുടെ പ്രിയ ചേച്ചി ആവശ്യപ്പെടുന്ന. മറ്റ് പലയിടങ്ങളിലും പല ജോലികളിലും പലരും വന്ന് രാവിലെ ഓഫീസിൽ വന്ന് ചുമ്മാ ഇരുന്നിട്ട് സന്ധ്യ ആകുമ്പം അവർ തിരിച്ചു പോകുമ്പോൾ ഈ പ്രിയപ്പെട്ടവർ രാവിലെ വന്നാൽ അവരുടെ ജീവിതത്തിലെല്ലാം ഈ നെയ്ത്തിനോടനുബന്ധിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ചതുകൊണ്ട് നൂലുകളൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നതൊക്കെ കണ്ടില്ലേ? ഇവരൊക്കെ ഈ തൊഴിലിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന പ്രിയപ്പെട്ടവരാണ്. ഇവരെ പുറംലോകം അറിയണം. ഇത് നിങ്ങളെല്ലാവർക്കും ഫോർവേഡ് ചെയ്യണം കേട്ടോ. എല്ലാവരും അറിയട്ടെ. നമ്മുടെ ഈ സഹോദരിമാർ, ചേച്ചിമാർ, അമ്മമാർ ഇവരൊക്കെ ഈ തൊഴിലിൽ ആത്മാർത്ഥമായിട്ട് ഇവിടെ ഉള്ളവരാണ്. ഇവരെയൊക്കെ ഗവൺമെൻറ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ചേച്ചി ഇതേ ചായ ആയിട്ട് വന്നു കഴിഞ്ഞു. ചേച്ചി തന്ന ചായ ഞാൻ കുടിക്കാൻ പോവാണ്. നമ്മുടെ വേറൊരു അമ്മച്ചിയുണ്ട്. അമ്മച്ചിക്ക് ഈ നെയ്ത്തിനെ കുറിച്ചൊക്കെ എന്നാ പറയേണ്ടതെന്ന് ഞാൻ ചോദിച്ചു നോക്കട്ടെ. എന്നാ അമ്മച്ചി? എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ സങ്കടങ്ങളേ ഉള്ളെന്നാണ് ചേച്ചി പറയുന്നത്. കണ്ടോ? വേണ്ട, മുഴുവനൊന്നും പറയണ്ട. മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കേൾക്കുന്നവർ കരഞ്ഞു പോകും, പിന്നെ കാണത്തില്ല. 70 വയസ്സുള്ള ഒരു അമ്മയാണ് ഈ പറയുന്നത്. പറഞ്ഞോളൂ. ഞങ്ങൾക്ക് നെയ്ത്തുകൂലി തന്നെ വല്ലപ്പോഴും ആണ് കിട്ടണത്. ഓണത്തിന് 3 മാസത്തെ നെയ്ത്തുകൂലി കിട്ടി, പിന്നെ കിട്ടിയിട്ടില്ല. അതൊക്കെ കിട്ടും. ഗവൺമെൻറ് അതിനുവേണ്ടിയല്ലേ, നെയ്ത്തുകാർക്ക് വേണ്ടി ആണ് ഇങ്ങനെയൊരു സംഭവം ചെയ്തത് തന്നെ. അതായത് നിന്ന് പോയ ഇതൊക്കെ തിരിച്ചു കൊണ്ടുപോകുന്നത് ഇങ്ങനെയുള്ള നെയ്ത്തുകാർക്ക് ജോലി കിട്ടാനും ഒക്കെയാണ്. അല്ലെങ്കിൽ പണ്ട് 1 മീറ്റർ തുണിക്ക് കടയിൽ പോയാൽ 120 രൂപയേ ഉള്ളൂ ആകെ, നല്ല തുണിക്ക്, മില്ല് തുണിക്ക്. പക്ഷേ ഈ നെയ്ത്ത് നിന്ന് പോകരുതെന്ന് ഉദ്ദേശിച്ചാണ് നമ്മുടെ ഗവൺമെൻറ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. അതെ, നിങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ നെയ്യാൻ പറ്റുകയല്ലോ. പഞ്ചസാര വേണ്ട. നമ്മുടെ ചേച്ചിമാർ, ഇതൊരു ഇൻ്റർവെൽ ടൈമാണ്. പ്രിയ ചേച്ചിമാരൊക്കെ ഇടയ്ക്ക് കുറച്ച് നേരം നെയ്ത് ക്ഷീണിച്ച് കഴിയുമ്പോൾ ഇവിടെയൊക്കെ നിന്ന് ശരന്നേരം വർത്താനം പറയും. നാട്ടുകാരിയൊക്കെ പറയുമെന്ന് എനിക്കറിയാൻ മേല. നമ്മുടെ ഒരു ചേച്ചി ഇതുണ്ടോ, ഇവരെയൊക്കെ 8 വർഷമായിട്ട് എനിക്ക് പരിചയമുണ്ട്. ഇവരെല്ലാവരും വൈക്കത്തുള്ളവരാണ്. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെ ഇത് പാൻ പീസാണ് നെയ്യുന്നത്. കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്കുള്ള പാൻറ്. ഇതിപ്പോൾ വെള്ള കളറിൽ ആണ് നിങ്ങൾ കാണുന്നതെങ്കിലും ഇത് യഥാർത്ഥത്തിൽ ഇതിനും പോയി ഡൈയിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകും. അതിന് ശേഷമാണ് ഇത് കറക്റ്റായിട്ടുള്ള പാൻ പീസായിട്ട് നമ്മുടെ സ്കൂളുകളിൽ എത്തുന്നത്. ഇതാണ് നൂല് ചുറ്റാൻ വേണ്ടി എടുത്തു വച്ചിരിക്കുന്നതാണ് ഇത് സംഭവം. ഇത് കണ്ടോ, ഇത് മില്ലിൽ നിന്ന് വന്ന നൂലാണ്. അത് ഇങ്ങനെ അതിനൊരു കണക്കൊക്കെ ഉണ്ട്. ആ കണക്കനുസരിച്ച് ഈ ഭീമയിലോട്ട് ചുറ്റി, ഈ ഭീമയിൽ നിന്ന് ചുറ്റി എടുക്കുന്ന നൂല് ഇത് ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഈ തറിയെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ലൂമെന്ന് പറയും ഇംഗ്ലീഷിൽ. ഇതാണ് കണ്ടോ, ഇത് ഇവിടെ വയ്ക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കോർത്ത്, ഇത് പുതിയ ഒരു ബീം ഉണ്ടാക്കിയിട്ട് അത് കോർത്തെടുക്കുന്നതാണ്. ഇത് ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് നെയ്യും. ഇത് മില്ലിൽ നിന്ന് വരുന്ന നൂലുകളാണിത്. ഈ നൂലുകൾ പല മില്ലുകളിൽ നിന്ന് നമുക്ക് വേണ്ടി നെയ്യാൻ വേണ്ടി ഇറക്കി വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഏകദേശം ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞെന്നാണ് ഞാൻ കരുതുന്നത്. നേരെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഒരു ചേച്ചി നെയ്ത തുണി ഇവിടെ കൊണ്ടുപോയി അളന്ന് ഇത് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇത് അളക്കും. അതുകൊണ്ടോ തുണി ഇവിടെ കൊണ്ടുവന്ന് 1 മീറ്ററാണ് ഇതിൻ്റെ നീളം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. ഈ 1 മീറ്റർ നീളത്തിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് കണ്ടോ, കറക്റ്റായിട്ട് ഇങ്ങനെ അങ്ങ് മടക്കിയിട്ട് ഇത് പിന്നെ നമ്മൾ അളന്ന് അതിൻ്റെ പരിശോധനകളൊക്കെ ചെയ്ത് നല്ല തുണിയാണെന്നൊക്കെ പരിശോധിച്ച് അതിൻ്റെ അളവുകളൊക്കെ നോക്കി, നൂലിൻ്റെ എണ്ണമൊക്കെ നോക്കി നമ്മളത് പിന്നെ ഇതിൻ്റെ കളറിങ്ങിന് വേണ്ടി നമ്മളിത് നമ്മുടെ സംസ്ഥാനത്തില്ല, തമിഴ്നാട്ടിൽ കൊണ്ടുപോയി ഡൈ ചെയ്ത് അതാണ് പിന്നെ തിരിച്ച് നമുക്ക് യൂണിഫോമായിട്ട് സ്കൂളുകളിൽ എത്തുന്നത്. എൻ്റെ സ്നേഹിതർക്കൊക്കെ ഒരു അല്പം